ഗാസയിലാണ് ഹമാസ് ഭീകരരുടെ കിരാതമായ വിളയാട്ടം പാലസ്തീൻ പൗരന്മാർക്കെതിരെ നടന്നത്. ഇസ്രായേലുമായി സഹകരിച്ചു എന്നാരോപിച്ചാണ് 3 പാലസ്തീൻ പൗരന്മാരെ ഹമാസ് തീവ്രവാദികൾ ദാരുണമായി വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ഗാസയിൽ ഹമാസ് ഭീകരരുടെ കൊടിയ അനീതികൾ നടമാടുന്ന സാഹചര്യത്തിൽ ഗാസയിൽ നീതിക്കായി പക്ഷം ചേരുന്നവർ കുറവല്ലെന്ന് ഈ അടുത്ത കാലത്തുള്ള റിപ്പോർട്ടുകൾ പറയുന്നു. 2025 മാർച്ചിൽ തന്നെ പാലസ്തീൻ പൗരന്മാരായ ഒരു വലിയ ജനാവലി ഹമാസ് ഔട്ട്, ഹമാസ് സംഘടന പുറത്തുപോകൂ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ബേറ്റ് ലാഹിയയിൽ റാലി നടത്തിയിരുന്നു. അതേസമയം ഗാസയിലെ ജനങ്ങൾക്കുള്ള സഹായങ്ങളും ഭക്ഷണ സാമഗ്രികളും പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ലഭിക്കേണ്ട പോഷകാഹാരങ്ങൾ പോലും ഹമാസ് തീവ്രവാദികൾ ഭീഷണിപ്പെടുത്തിയും ട്രക്കുകൾ തടഞ്ഞു മോഷ്ടിക്കുകയും തട്ടിയെടുക്കുന്ന അവസ്ഥകൾ പോലും ഉണ്ടായിരുന്നു. ആദ്യം ഹമാസിന്റെ തീവ്രവാദ പ്രസ്ഥാനത്തെ ഇരുകൈയും നീട്ടി പ്രോത്സാഹിപ്പിച്ചിരുന്നവർക്ക് ഇപ്പോൾ മനമെടുക്കുന്ന അനുഭവങ്ങളാണ് നേരിടേണ്ടി വരുന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയിരിക്കുന്ന സാഹചര്യത്തിലാണ് 2025 സെപ്റ്റംബർ 21 ഞായറാഴ്ച ഹമാസ് ഭീകരർ 3 പാലസ്തീൻ പൗരന്മാരെ ഇസ്രായേലുമായി സഹകരിച്ചു എന്ന പേരിൽ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. സോഷ്യൽ മീഡിയയിലും റോയിറ്റേഴ്സ് ഉൾപ്പെടുന്ന മറ്റ് ന്യൂസ് പോർട്ടലുകളിലും വന്നിരുന്ന വീഡിയോ ഗാസ നഗരത്തിൽ നിന്നുള്ള ദൃശ്യമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ഇസ്രായേലുമായി സഹകരിക്കാൻ പദ്ധതിയിടുന്ന പാലസ്തീൻ പൗരന്മാർക്കുള്ള താക്കീതുമാണ് ഈ നരഹത്യയെന്നും ഹമാസ് പാലസ്തീൻ സുരക്ഷാ വൃത്തങ്ങൾ പറഞ്ഞു. യാസർ അബുവിന്റെ സംഘത്തിലുള്ളവരെയാണ് ഹമാസ് തീവ്രവാദികൾ വെടിവെച്ച് കൊന്നതെന്ന് പാലസ്തീൻ സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നുണ്ട്. അതേസമയം ഗാസയിലെ ഇസ്രായേലിന്റെ മുന്നേറ്റത്തെ ഭയപ്പെടുന്ന ഹമാസിന്റെ പ്രതികരണമാണ് ഈ ഞായറാഴ്ച നടന്ന നരഹത്യ എന്ന് പാലസ്തീൻ രാഷ്ട്രീയ നിരീക്ഷകനായ അക്രം അത്തല്ല പറഞ്ഞു.